ടീച്ചറെ, ആ തുണിക്കട ഇനി എന്തായാലും തുടങ്ങാൻ സാധ്യതയില്ല. ആ കടമുറി രണ്ടും എനിക്ക് മേടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ശരിയാണ്, കടയൊക്കെ ഇനി ആര് നോക്കിയെടുത്താനാണ്? നമുക്കതങ്ങ് കൊടുത്തേക്കാ. അധികം കാശുണ്ടായിട്ടൊന്നുമല്ല. KSF-ൽ ഒരു ചിട്ടിയുണ്ട്. പിന്നെ ചേട്ടനും കുറച്ച് സഹായിക്കാന്ന് പറഞ്ഞു. അത് ഇവളുടെ അച്ഛൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, ഇവളുടെ പേരിലൊരു കട. എന്ത് കട? കൊടുത്ത് കാശാക്കാൻ നോക്ക്. ഹരിയേട്ടാ, തൽക്കാലം അത് കൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ശരി, ഇനി എന്തെങ്കിലും കൊടുക്കാൻ. കൊടുക്കില്ല. അവക്ക് എന്തൊരു അഹങ്കാരടാ. എന്താ അവിടെ ഒരു ഹുങ്ക്? ഞാൻ ചെയ്യാനാ, എനിക്ക് സമ്മതാ. ആ, നീ സമ്മതിച്ചിട്ട് എന്ത് കാര്യം? നിനക്ക് ഇവിടെ എന്താ വേല? അച്ചി വീട്ടിൽ പൊറുക്കൽ. എടാ, അവര് നിന്നെ തടഞ്ഞു വെച്ചിരിക്കുക. കണ്ടില്ലേ സെക്യൂരിറ്റിക്കാർ കറങ്ങി നടക്കണം. ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷെ നിന്നെപ്പറ്റി എനിക്ക് ചിന്തയുണ്ട്. എടാ, ഒരാളെ തടഞ്ഞു വെക്കാൻ ആർക്കും അവകാശമില്ല. പോലീസിലൊന്ന് വിളിച്ചു പറഞ്ഞാൽ മതി, അവര് വന്ന് വേണ്ടത് ചെയ്തോളൂ. ഹേയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ശരിക്കും കർമ്മം കഴിയുന്നവരെ പിടിച്ചേക്കാൻ ഞാൻ എങ്ങനെയും ശ്രമിക്കുകയാണ്. അങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പറ്റുമോന്നറിയില്ല. രാത്രി കഴിഞ്ഞ് ഉറക്കൂല്ലെന്നേ, ഒരു തരം മന്നതയാ. നിനക്കൊരു പെഗ് അടിക്കണം. അതടിച്ചാൽ എല്ലാം ഓക്കെ ആവും. കിട്ടോ? രാത്രി ഞാൻ വീടിന്റെ പുറകിലെത്തിക്കാം. മിസ് കോള് തരാം. നീ ഒരു ഫുള്ള് മേടിച്ചോളൂ, പൈസ ഞാൻ തരാം. എടാ, അതെ, കുറുപ്പേട്ടന്റെ കത്തൊക്കെ ഇപ്പോഴും വരാറുണ്ടോ? ഇനി എന്തൊക്കെ വരാണ്ടെന്നാണ് ജോയി പറഞ്ഞത്. അതൊക്കെ ഇനി എന്ത് എണിയാണോ? നീ പോയിട്ട് വാ. പോക്കറ്റിലുണ്ട്. ഒരു പാക്കറ്റിന് 150 രൂപയുടെ ഷർട്ടൊക്കെ എങ്ങനെ വാങ്ങിച്ചു പിടിക്കും? വീട്ടിലെ വന്നില്ലേ? ഓ, ഭാഗ്യവാൻ. ഗോപി, നീ വന്ന് വാടാ. ഇതെങ്ങനെ തൊട്ടിച്ച്? എന്താ കാര്യം? അതെ, എനിക്ക് ഈ കാശിന്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഒരു മനസ്സമാനമില്ല. കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. ഇനി ഞാനും നീ തമ്മിൽ ഒരു വഴക്കം വെക്കാനൊന്നും വേണ്ട. അല്ലെന്നേ, നീ പോകാൻ നേരത്ത് ഞാൻ കുറച്ച് കാശും തരും. സന്തോഷം. ഒരു സഹായം ചെയ്യണം. എനിക്കാണെങ്കിൽ വ്രതവും ബലിയൊന്നുമില്ല. തലയ്ക്കാണെങ്കിൽ ആകെ പട്ട് പിടിച്ചിരിക്കുക. ഒരെണ്ണ അടിക്കണം. നീ എനിക്ക് ഒരു കുപ്പി സംഘടിപ്പിച്ചു തരണം. സത്യം പറഞ്ഞ 2 അടിക്കാനുള്ള മൂടില്ല ഞാൻ. ഇപ്പൊ വേണ്ട, സന്ധ്യ കഴിഞ്ഞിട്ട് മതി. ആരെങ്കിലും കാണും? ഏയ്, ഇവിടെ ആരറിയാൻ? ഞാനും നീ അല്ലാതെ വേറെ ആരും അറിയില്ല. അപ്പൊ വൈകിട്ട് കാണാം. ആ, പഴയ കത്തുകളൊക്കെ ഉള്ളേ. ആ. ആരോ വന്നിട്ടുണ്ട് ടീച്ചർ. ആരാ? ആരോ. ഞാനീ ആര് വന്നു നീ പറഞ്ഞേ? ആരും പറഞ്ഞില്ല. ടീച്ചർ നാമം ചൊല്ലി മുറിക്കകത്തൊക്കെ ഇരിക്കുന്ന കണ്ടപ്പോ ഒന്ന് പുറത്തേക്ക് ഇറങ്ങട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞാ. നീ അവിടെ ഇരിക്കെ. എന്താ ടീച്ചറെ? നീയും ഫുൾ ടൈം മുറിക്കകത്ത് ഇരിപ്പ് തന്നെയാണല്ലോ, അതുകൊണ്ടാ പറഞ്ഞത്. ടീച്ചറെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? കുറുപ്പേട്ടൻ മരിച്ചതിൽ ടീച്ചർക്ക് വിഷമമില്ലേ? മൂപ്പരനെ കല്യാണം കഴിക്കുമ്പോ എനിക്ക് 19 വയസ്സാ. 38 വർഷം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു. എന്നെ കെട്ടുമ്പോ കുറുപ്പേട്ടന് പത്തനംതിട്ടയിലെ ജോലി, പിന്നെ കോട്ടയം, തൊടുപുഴ. അപ്പൊ കെട്ടിന്നുള്ളൂ, ജീവിതം കെട്ടപ്പോകയായിരുന്നല്ലേ? അല്ലടാ, ജോലിയല്ലേ, പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ എവിടെയായിരുന്നാലും മൂപ്പരെന്നും എനിക്കൊരു കത്തെഴുതുമായിരുന്നു. അത് കുറച്ചൊന്നുമില്ല, 5ഉം 6ഉം പേജുകളുണ്ടാവും. എന്റെ സന്തോഷത്തിന് അത് തന്നെ ധാരാളമായിരുന്നു. അന്ന് കത്ത് കാത്തിരുന്ന അതേ ഇഷ്ടത്തോടെയാ കുടിച്ചു ബോധമില്ലാതെ പാതിരാത്രി കയറി വരുമ്പോഴും ഞാനിരുന്നത്. ഒന്നും പറയാതെ ഒറ്റ പോക്കായിരുന്നല്ലോടാ. ഗിരി, എന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് നിനക്കറിയോ? കല്യാണം കഴിഞ്ഞ പിന്നെ ഞാൻ അനുഭവിച്ച സന്തോഷവും സ്നേഹവും എന്റെ മോൾക്ക് കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടം. എനിക്കറിയാം ടീച്ചറെ, ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്റെ മനസ്സ് മുഴുവൻ
The teachers. ടീച്ചറെ വരൂ ടീച്ചറെ. ഹലോ, സാറേ വേഗം പറ, ഏതാ വേണ്ടേ? നിനക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും മേടിക്കടാ. എന്നാ റം മതിയോ? നമ്മ മതി. 7 മണി കഴിഞ്ഞിട്ട് പൊട്ടിക്കാം. ഞാനേ അത് പശുത്തൊഴുത്തിന്റെ അവിടെ കാണാം. നന്നായി. സൂക്ഷിക്കണം കേട്ടാ. ഓക്കെ സാറേ. മാമാ. പശു മാമാന്ന് വിളിച്ചു തുടങ്ങിയ മാമാ. നീയാ? ആ. നീ കറ തുടങ്ങിയ അതും ഗ്ലാസ്സില്? ഫോണിൽ പറഞ്ഞ ഞാൻ കേട്ട്. ഒരു 90 ഇപ്പൊ തിരിച്ച. ഓ അങ്ങനെയോ? പിടിച്ചിരിക്കാൻ പറ്റാതായല്ലേ? പറ്റാണ്ടായി. നാശം പിടിച്ചവൻ മനുഷ്യനെ 2 അടിക്കാനും സമ്മതിക്കില്ല. മാമാ. മാമാ. മിണ്ടാടി പശു. ആ വിടല്ലേ? വിടരുന്നവന് പിടിക്കവന്. അനുമോളെ ഓടി വാ, ഓടി വാ. സാറേ ഒരു തെണ്ടിത്തരം കാണിക്കരുത്. രണ്ടിത്തരം തന്നെ കാണിക്കല്ലേ? ഞാൻ പിടിച്ചിട്ടുണ്ട് സാറേ. അനുമോളെ, ഇവൻ ഗിരീഷ് കുപ്പി വാങ്ങിച്ചു കൊടുക്കുന്നു ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ ആരും വിശ്വസിച്ചില്ല. തപ്പിയോ? അവന്റെ അരയിൽ കുപ്പിയുണ്ട്. മാത്രമല്ല കുടിക്കാൻ വേണ്ടി ഒരുത്തൻ തൊഴുത്തിൽ കാത്തൂരിപ്പുണ്ട്. എവിടെ അവൻ? ഇവൻ തന്നെ. ബഷീറേ, തപ്പി നോക്ക്. കുപ്പി എടുക്ക്. കുപ്പി കണ്ടോ? ജ്യൂസിൽ മിക്സ് ചെയ്ത് കൊണ്ടുവന്നേക്കാണ്. ജ്യൂസില് ടെസ്റ്റ് ചെയ്യും മോളെ. ടെസ്റ്റ് ചെയ്യ്. എടാ ഭയങ്കര കൊള്ളാം. ഇത് ജ്യൂസാ. കണ്ടോ ജ്യൂസാ? എടോ താൻ എന്നെ തേക്കുന്ന എനിക്ക് ഉറപ്പായിരുന്നു. അനുമോളെ, ഇയാൾ എന്നെ വിളിച്ചിട്ട് റം മതിയുടെ എന്ന് പറയുന്നത് ഈ ഫോണിൽ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. മോക്കെ അയച്ചുതരാം, തെളിവാണല്ലോ. എന്നെ പൊന്നു ഗീതച്ചി, ഈ പിശാചിനോട് എങ്ങനെ ജീവിക്കുന്നത്? ഇയാളെ കൊണ്ട് ഈ കുടുംബം മുടിഞ്ഞു. ഇനി കൂടുതൽ അക്ഷരമുണ്ടല്ലോ. പറയട്ടെ, മാമൻ ഇത്രയും ചീപ്പാവരുതായിരുന്നു. മാമൻ കാണുന്നത്ര ചീപ്പല്ല മോളെ. മിണ്ടി പോരുത് മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. നിങ്ങൾക്കൊന്ന് കയറി പൊയ്ക്കൂടെ അകത്തേക്ക്? പിന്നെ ഇവളൊക്കെ പറയുമ്പോ കേറിപ്പോവല്ലേ ഞാനിവിടെ ഇരിക്കുന്നു. എന്റെ വാട്ടി പോകും. ആ ജ്യൂസിന്റെ ബാക്കി 950 രൂപ പണ്ട് തട്ടിയ പുട്ടിന്റെ വകയിലോട്ട് ഞാനങ്ങ് വരവ് വെച്ചേക്കാം. നീ പോടാ അവിടുന്ന്. അച്ചാറൊന്നുമില്ല. ചെറുതുണ്ട്. പൊട്ടിക്കല്ലേ പൊട്ടിക്കല്ലേ പൊട്ടിക്കല്ലേ. എടാ നീ വന്നേ. മാറി. ടീച്ചറെ, ഞാൻ പോവാണ്. എനിക്കിങ്ങനെ ജീവിക്കാൻ പറ്റില്ല. എനിക്കിങ്ങനെ പറ്റില്ല. വിടരുതവനെ. എന്നെ തടുക്കാൻ മാത്രമായോടാ നീയൊക്കെ? നീയൊക്കെ ആയ? എല്ലാരും മാറ് മാറ്. അതെ, ഒന്നുകിൽ ഈ 16 എല്ലാം ശരിയാവും, അല്ലെങ്കിൽ ഇവിടെ ഒരു 16 കൂടെ നടക്കും. ഭീഷണിയാണ്. നിങ്ങളുടെ അല്ല, എന്റെ.